മട്ടൻ കറി ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകട്ടോ. ഈ രീതിയിലാണ് മട്ടൻ കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ മട്ടൻ കറി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാട്ടോ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 10 ചെറിയുള്ളി, അതേപോലെ തന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വഴന്ന് വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളിയും അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടയണമെന്നൊന്നും ഇല്ല കേട്ടോ, നമ്മളിത് കുക്കറിലല്ലേ ചെയ്തെടുക്കുക, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. പിന്നെ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ആട്ടോ എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്തതും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എല്ലൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ എണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 6 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് റോസ്റ്റാക്കി എടുക്കുക കേട്ടോ. ചെറിയുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരുമല്ലോ, അതുവരെ ഒന്ന് റോസ്റ്റാക്കി. പിന്നെ കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു കറി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ചൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. മട്ടൻ ഇഷ്ടമില്ലാത്തവർ വരെ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ ഇഷ്ടമാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.